എന്തുകൊണ്ട് തോറ്റു എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു യുവതി ഹർഷീന ഉദരത്തിൽ ഒരു ശസ്ത്രക്രിയക്കിടയിൽ ഒരു ഫോൾസെപ്സ് അകത്ത് കയറിയിരുന്നു. അതുമായിട്ട് വന്ന് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ സത്യാഗ്രഹം ഇരുന്നു, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വന്ന് സത്യാഗ്രഹം ഇരുന്നു, ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ വന്ന് കണ്ട് ഒരു നടപടിയും ഉണ്ടായില്ല. ഈ സർക്കാർ വന്നപ്പോൾ 5 മിനിറ്റ് കൊണ്ട് അവർക്ക് ജോലിയും കൊടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഇതൊക്കെ കാണുന്ന സാധാരണ പാവപ്പെട്ട ആൾക്കാർ എന്ത് കരുതണം? ഞങ്ങൾ പഠിക്കേണ്ട പാഠങ്ങളിൽ ഹസീനെ അടക്കം എല്ലാം പെടും. ആരോഗ്യവകുപ്പ് മന്ത്രി അവർ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടില്ല എന്നായിരുന്നു അന്ന് പരാതി. ഇതൊന്ന് പണ്ട് പറയാറുള്ളത് CPI തിരുത്തൽ ശക്തിയാണെന്നായിരുന്നു പറഞ്ഞത്. CPI എന്ത് തിരുത്തി? CPI പല ഇടപാടുകളിലും പല ബന്ധങ്ങളിലും നിലപാടെടുത്തിട്ടുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്, മുന്നോട്ട് പോയിട്ടുമുണ്ട്. അതിനർത്ഥം CPI LDFിനകത്ത് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന പാർട്ടിയായി എന്നല്ല, അങ്ങനെ ആക്കാൻ പാടില്ല. എല്ലാത്തിനും അപ്പുറത്ത് LDFിൻ്റെ ഐക്യം പ്രധാനമായിരുന്നു. LDF പ്രധാനമാണ് അന്നും ഇന്നും. ആ LDFിനെ ദുർബലമാക്കുന്ന രീതിയല്ല CPI പ്രവർത്തിക്കേണ്ടത്. LDFിൻ്റെ കെട്ടുറപ്പിനെ മാനിച്ചുകൊണ്ട് തന്നെ, ഐക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും CPI ഇടപെട്ടിട്ടുണ്ട്, പല ഉണ്ടായിട്ടുമുണ്ട് എന്ന്. ഒന്നാണ് PMC. നിങ്ങൾ മറന്നുപോയി. ഇവിടെ ഒരു എലപ്പുള്ളി വിഷയം ഉണ്ടായിരുന്നു, ബ്രുവറി വിഷയം. അത് വന്നോ ഇല്ലയോ?